ഇന്ത്യൻ നിരത്തുകളിൽ സുരക്ഷയും സ്റ്റൈലും ഒരുപോലെ സമന്വയിപ്പിച്ച ടാറ്റ ആൾട്രോസ് വിൽപ്പനയിൽ പുതിയ റെക്കോർഡുകൾ കുറിക്കുകയാണ്. പ്രീമിയം ഹാച്ച്ബാക്ക് സെഗ്മെന്റിൽ എതിരാളികളെ അമ്പരപ്പിക്കുന്ന പ്രകടനവുമായി 2026 ജനുവരിയിൽ ആൾട്രോസ് വൻ കുതിച്ചുചാട്ടമാണ് നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വിൽപ്പനയിൽ കൈവരിച്ച 54% വളർച്ച ടാറ്റയുടെ ഈ ഗോൾഡ് സ്റ്റാൻഡേർഡ് വാഹനത്തിന് ഉപഭോക്താക്കൾക്കിടയിലൂടെ വർദ്ധിച്ചു വരുന്ന വിശ്വസ്തയുടെ തെളിവാണ്. മാരുതി ബലേനോ, ഹ്യൂണ്ടായി i20 തുടങ്ങിയ കരുത്തരായ എതിരാളികളെ നേരിടുമ്പോഴും ഗ്ലോബൽ NCAP ക്രാഷ് ടെസ്റ്റിൽ 5 സ്റ്റാർ സുരക്ഷയും മികച്ച നിർമ്മാണ നിലവാരവും ഉറപ്പു നൽകുന്ന ടാറ്റ ആൾട്രോസ് 6.30 ലക്ഷം രൂപ മുതൽ ആരംഭിക്കുന്ന ആകർഷകമായ വിലയിൽ സുരക്ഷിതമായ യാത്ര ആഗ്രഹിക്കുന്ന ഉപഭോക്താക്കളുടെ പ്രിയപ്പെട്ട തെരഞ്ഞെടുപ്പായി മാറുന്നു. ആൾട്രോസിന്റെ എല്ലാ വേരിയന്റുകളിലും 6 എയർ ബാഗുകൾ സ്റ്റാൻഡേർഡായി നൽകുന്നുണ്ട്. കൂടാതെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം എന്നിവ ഡ്രൈവിംഗ് സുരക്ഷിതമാക്കുന്നു. കൂടുതൽ വ്യക്തമായ കാഴ്ച ഉറപ്പാക്കുന്നതിനായി 360° HD സറൗണ്ടിംഗ് വ്യൂ സിസ്റ്റം വാഹനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇടുങ്ങിയ നഗരപാതകളിലും പാർക്കിംഗ് സ്ഥലങ്ങളിലും ഡ്രൈവർക്ക് ഇത് വലിയ സഹായമാണ്. സെഗ്മെന്റിലെ മറ്റ് വാഹനങ്ങളെ അപേക്ഷിച്ച് ആൾട്രോസിന് ലഭിക്കുന്ന പ്രധാന മുൻതൂക്കവും ഈ സുരക്ഷാ ഫീച്ചറുകളാണ്. മികച്ച സസ്പെൻഷൻ സംവിധാനവും സ്ഥിരതയാർന്ന ഹാൻഡിലിംഗും ആൾട്രോസിനെ ദീർഘദൂര യാത്രകൾക്കും ഹ്രസ്വദൂര സിറ്റി ഡ്രൈവുകൾക്കും ഒരുപോലെ അനുയോജ്യമായ മോഡലാക്കി മാറ്റുന്നു. ഒന്നിലേറെ എഞ്ചിൻ, ട്രാൻസ്മിഷൻ ചേസുകളിലും ടാറ്റ ആൾട്രോസ് ലഭ്യമാണ്. മാനുവൽ, ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഓപ്ഷനുകൾക്കൊപ്പം പെട്രോൾ, ഡീസൽ, CNG പതിപ്പുകളിലായി മികച്ച ഇന്ധനക്ഷമത ഉറപ്പാക്കുന്ന ആൾട്രോസ് 26.2 കിലോമീറ്റർ മൈലേജ് നൽകുന്ന ട്വിൻ സിലിണ്ടർ CNG സാങ്കേതിക വിദ്യയിലൂടെ സെഗ്മെന്റിലെ ഏറ്റവും ലാഭകരമായ ചോയ്സായി മാറുന്നു. ഇന്ത്യൻ റോഡുകൾക്ക് അനുയോജ്യമായ ഗ്രൗണ്ട് ക്ലിയറൻസും ആധുനികമായ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റവും വാഹനത്തിന്റെ മാറ്റുകൂട്ടുന്നു. പ്രീമിയം ഇന്റീരിയറും വിശാലമായ ലെഗ് റൂമും യാത്രക്കാർക്ക് മികച്ച സൗകര്യമാണ് നൽകുന്നത്. സുരക്ഷയും ബജറ്റും ഒരുപോലെ പരിഗണിക്കുന്ന സാധാരണക്കാർക്കും ഈ വാഹനം വലിയ ആശ്വാസമാണ്. വരും മാസങ്ങളിലും വിപണിയിൽ ആൾട്രോസ് മികച്ച പ്രകടനം തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.